കത്തുന്ന ഇറാനിൽ എരിതിയിൽ എണ്ണയൊഴിക്കാൻ ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പദ്ധതി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്ക ഇപ്പോൾ ഇറാനിൽ സംഘർഷം ഒഴിയുന്നു, ട്രംപ് ഇപ്പോൾ യുദ്ധം ഒന്നും നടത്തില്ല അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോഴും അമേരിക്ക മറ്റൊരു നീക്കം നടത്തുകയാണ്. ഈ നീക്കം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബലപ്രയോഗം നടത്തിയതിനെ തുടർന്ന് ഇറാനിൽ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇത് പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 8000 സൈനികരും 70 യുദ്ധവിമാനങ്ങളും ഉൾക്കൊള്ളുന്ന എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ ഇറാനിലേക്ക് അയക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിലവിൽ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കുകയാണ്. കൂടാതെ ട്രംപ് ഇറാനിൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മറുവശത്ത് US-നെതിരായിട്ടുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയായി മിഡിൽ ഈസ്റ്റിലെ എല്ലാ US സൈനിക താവളങ്ങളും നശിപ്പിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഡിസംബർ അവസാനം ഇറാനിൽ പണപ്പെരുപ്പം, സാമ്പത്തിക പ്രതിസന്ധി, സാമൂഹിക നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കെതിരെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരുന്നു. പൊതുജന പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിലെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച പകൽ സമയത്ത് ഇറാൻ വ്യോമാതിർത്തി അടച്ചു, പക്ഷേ രാത്രി വൈകി അത് വീണ്ടും തുറന്നു. ഇറാനിലെ ജനങ്ങൾക്കെതിരായ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ US സൈനിക കപ്പലുകളിൽ നിന്ന് എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ ദക്ഷിണ ചൈന കടലിലെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു. ട്രംപിന്റെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ യുദ്ധവിഷയത്തിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് മിഡിൽ ഈസ്റ്റിൽ അയച്ച വലിയ കപ്പലിനെ നയിക്കുന്നത് വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ അമേരിക്കയ്ക്കും ഇറാനും ശക്തമായിട്ടുള്ള താക്കീത് നൽകി GCC രാജ്യങ്ങൾ, ഖത്തറുണ്ട്, ഒമാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഇവരെല്ലാവരും എത്തി എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്ക ഈ ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒന്ന് പുനർവിചിന്തനം നടത്തും എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ പുനർവിചിന്തനം നടത്തുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി സൈഡിൽ കൂടെ അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.